നമസ്തേ, പ്രീതാസ് കെലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മഴക്കാലത്താണ് നമുക്ക് ഈ കർക്കിടക മാസത്തിലാണ് ഒരുപാട് അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സന്ധിവേദന, എല്ലുവേദന, നമ്മുടെ എല്ലുകൾക്കൊക്കെ ബലമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഈ ഉലുവക്കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ്. 7, 14, 21 ഇങ്ങനെ ദിവസങ്ങളിൽ ഇത് കുടിക്കാൻ നല്ലതാണ്. ഉലുവക്കഞ്ഞി ഇങ്ങനെ മാറി മാറി പല തരത്തിലുണ്ടാക്കുമ്പോൾ നമുക്കത് മടുക്കൂട്ടില്ലേ ഇനി. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ ഉലുവക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. മാക്സിമം ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഷുഗർ ഉള്ളവർക്കൊക്കെ ഈ ഉലുവ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ കൂടുതൽ ചേർക്കാത്തത് കാരണം ഇതിൽ വേറെ സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂണ് ചേർക്കുന്നത്. പിന്നെ ഉലുവയിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അറിയാമല്ലോ. ഡൈജഷന് നല്ലതാണ്. ഷുഗറും കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാനും പിന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ് ഉലുവ. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. ഇപ്പം അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 2-3 തവണ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി കുറച്ചുകൂടി വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം മുതിര ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നോക്കുകയാണെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ മുതിരയാണ് എടുത്തിട്ടുള്ളത്. മുതിരയിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അറിയാമല്ലോ. ഇതിൽ ഒരുപാട് പ്രോട്ടീനും ഫൈബറും അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ലോസിനൊക്കെ വളരെ നല്ലതാണ് ഈ മുതിര. പിന്നെ ഒരു 1/4 കപ്പോളം ചെറുപയർ കൊടുത്തിട്ടുണ്ട്. മുതിര എടുത്ത അതേ അളവിൽ തന്നെ ചെറുപയർ കൊടുത്തിട്ടുള്ളത്. ചെറുപയറിലും ഒരുപാട് പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ലോസിനൊക്കെ ചെറുപയറും വളരെ നല്ലതാണ്. ഇനി ഇതും നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഇത് നന്നായിട്ടൊരു 2-3 തവണ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അവിടെ കഴുകി വെച്ച ഉലുവ ഉണ്ടല്ലോ, അത് നമുക്കിത് ഇവിടേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 2 കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളെ ചെറുപയറിലേക്ക് മുതിരയൊക്കെ ഉണ്ടല്ലോ അതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം ചെറുപയറൊക്കെ മുതിരയൊക്കെ നന്നായിട്ട് പൊന്തി വരും. അപ്പം നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പം നേരെ വെള്ളം ഒഴിച്ച് കൊടുത്തില്ലേ. ഇനി ഇത് രണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 8 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. രാവിലെ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് ഉണക്കല്ലരിയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഞവര അരി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. അത് ഷുഗർ ഉള്ളവർക്കൊക്കെ ഞവര അരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഞവര അരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഉണക്കല്ലരി. ഇത് നാട്ടിൽ നല്ല നെല്ല് കുത്തിയ അരിയാണ്. നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന അരി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. ഇതുകൊണ്ട് പായസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഉലുവക്കഞ്ഞി വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഒരു 1/4 കപ്പ് ഉണക്കല്ലരി എടുക്കുന്നുണ്ട്. ഇനി ഇതും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ അരി ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അരി ഉലുവയും മുതിരയും കുതിരാൻ വെച്ച പോലെ കുതിർക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ചെറിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ ഈ കഴുകിയെടുത്ത അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ 8 മണിക്കൂർ മുന്നേ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഉലുവ ഉണ്ടല്ലോ, ഈ ഉലുവയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുക എന്ന് പറയാൻ കാരണം ഈ വെള്ളം കളയരുത്. വെള്ളത്തോടക്കനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ വെള്ളത്തോടക്കനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നേരത്തെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെറുപയറും മുതിരി ഉണ്ടല്ലോ അതിലെ വെള്ളം കളഞ്ഞതിന് നമ്മൾ കുതിരാൻ വെച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊരു 2-3 തവണ കഴുകിയെടുത്തതിന് ശേഷം ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എടുത്ത സാധനമില്ലേ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഇതെല്ലാം കൂടി ഒരു കപ്പോളം ഉണ്ടാവും. അപ്പോൾ ഒരു 2 കപ്പ്, ഞാനിപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് മെഷറിംഗ് കപ്പിൽ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അറിയാലോ. ഡൈജഷന് നല്ലതാണ്. പിന്നെ ഷുഗറും കൊളസ്ട്രോളൊക്കെ റെഡ്യൂസ് ചെയ്യാനും ജീരകം വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. ഈ 1 ടീസ്പൂൺ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ അടുപ്പിക്കുക. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വിട്ടിട്ട് ഒരു വിസിൽ അടിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഒരു 3 വിസിൽ കൂടി അടുപ്പിക്കുക.
ഇപ്പോൾ അത് ആവിയൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കി. അരിയും ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം അതാ കറക്റ്റാണ്. നമ്മൾ 2 കപ്പ് വെള്ളം, മെഷറിങ് കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. നല്ല കറക്റ്റായിട്ടുള്ള വെള്ളമാണ്. കൂടുതൽ വെള്ളമായ കുക്കറിൽ നിന്ന് തികഞ്ഞ് പോവുകയുള്ളൂ വിസിലടിക്കുമ്പോൾ. ചെറുപയറും അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ വെന്താൽ മതി. ഇനി നമുക്കിത് ഒരു ചട്ടിയിലുണ്ടാക്കാം. ചട്ടിയിലുണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പം ഇത് ചെറുപയറൊക്കെ വേഗം വേവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പിഞ്ച്, ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, ഒരു 2 പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കരപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങളിപ്പോൾ ശർക്കരപ്പൊടിയാണെങ്കിൽ ശർക്കരപ്പൊടി ചേർത്തോളൂ. ശർക്കരപ്പൊടി ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം അതിൽ കരടും കല്ലും ഒന്നും ഉണ്ടാവില്ല. ശർക്കരയാണെങ്കിൽ ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തോളൂ. ശർക്കരപ്പൊടി ഇട്ടതിന് ശേഷം നേരൊന്ന് മിക്സ് ചെയ്യുക. ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വരണം. ഇതിലേക്ക് ഞാനിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വെള്ളം കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഒരുപാട് വെള്ളം വെച്ചിട്ടില്ലല്ലോ കുക്കറിൽ. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നേരൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1-2 തള തിളപ്പിക്കുക. ആ ശർക്കര നമ്മുടെ ചെറുപയറിലും അരിയിലൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുട്ടികൾ പോലും ഇത് ഇഷ്ടത്തോടെ കഴിക്കും. കാരണം ഉലുവയുടെ കയ്പ്പ് തീരല്ല. ഇതിൽ നമ്മൾ ചെറുപയറും മുതിരിയും അരിയും പിന്നെ ശർക്കരയും ഒക്കെ ചേർത്തിട്ടില്ല. അപ്പോൾ കയ്പ്പ് തീരല്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവക്കഞ്ഞിയാണത്. ഇപ്പോൾ ശർക്കര നമ്മുടെ ചെറുപയറിലും അരിയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ഇവിടെ കുറച്ച് തേങ്ങാപ്പാൽ, കട്ടിക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു അരമുറിയിലധികം തേങ്ങ ചിരവിയിട്ടുണ്ടാവും. കാരണം മിക്സിയുടെ ജാറിലൊരു ചെറിയ ജാറിലൊരു 3/4 ഭാഗം തേങ്ങ ചിരവിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിട്ട് നേരെ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ ഇതിട്ടിട്ട് തിളപ്പിക്കാൻ പാടില്ല. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഞാൻ ജീരകം ഇടുന്നില്ല. ജീരകം ഇടുന്നുണ്ടെങ്കിൽ ആദ്യം ജീരകം ഇട്ടതിന് ശേഷം ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടില്ലേ, ഇതേപോലെ ആയാൽ മതി. ഇനി നമുക്കിത് ഉലുവക്കഞ്ഞിയിലേക്ക് ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേ വേറെ തരത്തിൽ ഉലുവക്കഞ്ഞി കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാറിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ടേസ്റ്റിന് ഒരു മടുപ്പ് വരില്ല. എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.